ഹായ് ഫ്രണ്ട്, കിഡിലിനൊരു ഗീ റൈസ് ഉണ്ടാക്കി നോക്കിയാലോ? ഗീ റൈസിന് ആവശ്യമായ നമ്മുടെ ജീരശാല റൈസോ അല്ലെങ്കിൽ ബിരിയാണിക്ക് പറ്റിയ ചെറിയ റൈസോ ഏതെങ്കിലും ആവാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോലം റൈസാണ്. അത് ബാംഗ്ലൂരിൽ കിട്ടുന്ന കോലം എന്ന് പറയും. കോലം റൈസിന് പല റേറ്റിലുണ്ട്. ഇത് 1 കിലോന് 72 രൂപ വരും. റൈസിൻ്റെയും വെള്ളത്തിൻ്റെയും ആനുപാതികം എന്ന് പറയുന്നത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. ഞാനിവിടെ 3 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഗാർണിഷ് ചെയ്യാനുള്ള വറുക്കാനുള്ള ഒരു ഉള്ളി എടുത്തിട്ട് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുക്കാം. ക്യാരറ്റ് മാറ്റി വെച്ചിരിക്കുന്നത് ചീകി എടുക്കാനാണ് കേട്ടോ. ക്യാരറ്റ് നമ്മൾ റൈസ് വേവിക്കുമ്പം അതിലേക്ക് ഇടാനാണ്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യിടുക. 1-2 സ്പൂണോ നെയ്യിട്ടതിന് ശേഷം കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്തെടുക്കാം ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിയും കൂടെ വറുത്തെടുക്കാം. ആക്ച്വലി ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളി വറുത്തത് വേണം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും നമുക്ക് നെയ്ച്ചോറിന് ആവശ്യമില്ല. പിന്നെ ഒരു ടേസ്റ്റിനും അലങ്കാരത്തിനും കുറച്ച് നല്ല ടേസ്റ്റ്, ആരോഗ്യം അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി മാത്രം എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ഗീ റൈസ് ഉണ്ടാക്കുമ്പം നമുക്ക് ഈ ഉള്ളി മാത്രം എടുത്ത് നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അത് ഉള്ളി വറുത്തത് ഗീ റോസിലിടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയാണ് മെയിൻ പരിപാടി. പട്ട, കറാമ്പൂ, ഏലക്കായ, പിന്നെ ഒരു സ്റ്റാറൊക്കെ ഉണ്ട്. എല്ലാം കൂടെ ചേർത്ത് ആ നെയ്യിൽ തന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഇളക്കിയ ശേഷം നമ്മൾ കഴുകി അരിച്ചു വെച്ചിരിക്കുന്ന അരി കൂടെ ഇട്ട് നന്നായി വറുത്തെടുക്കണം. അരി വറുത്തെടുക്കലാണ് മെയിൻ. അരി 1-2 വട്ടം ഇളക്കി അങ്ങനെ ഇടുന്ന സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുത്തിട്ട് നന്നായി ചൂടാക്കണം. തിളപ്പിച്ച വെള്ളം ഇതിലൊഴിച്ചാലാണ് അതിൻ്റേതായ ഒരു ഭംഗിയിലോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഒരുപാട് കുഴയാതെയൊക്കെ കിട്ടാൻ വേണ്ടി വെള്ളം തിളപ്പിച്ചെടുക്കാം. അത് അത്യാവശ്യം അരി വറുത്ത ശേഷം വെള്ളം കൂടെ ചേർത്ത് വേഗം വയ്ക്കാം. മൂടി വയ്ക്കണമെന്നില്ല. നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളി മാറ്റി വെക്കണം കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. അത് കഴിഞ്ഞ് ക്യാരറ്റ് നന്നായിട്ട് ചീവിയെടുക്കുക. ഇത് എല്ലാം കൂടെ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന അരിയിലേക്ക് ചേർക്കാം. അതിനുശേഷം ഒരു 1-1.5 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. ഒപ്പം ഒരു നാരങ്ങയുടെ പകുതിയോ, ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു ഫുൾ നാരങ്ങയോ പിഴിഞ്ഞൊഴിക്കുക. ഉപ്പ് 1.5 സ്പൂണ്. ഒന്ന് ഇളക്കിയ ശേഷം അങ്ങനെ വിടുക. വെള്ളം വറ്റട്ടെ. നല്ലോണം വെള്ളം വറ്റിയ ശേഷം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന നട്ട്സ് എല്ലാം ചേർക്കുക. അതിലേക്ക് മുന്തിരി, അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി മേലെ ഇങ്ങനെ വാരി വിതറിയ ശേഷം കുക്കറൊന്ന് നന്നായി മൂടി വയ്ക്കുക. തീ ഓഫ് ചെയ്യണേ. തീ ഓഫ് ചെയ്തിട്ട് കുക്കറൊന്ന് നന്നായി മൂടി വയ്ക്കുക. ആ മണമൊക്കെ അതിലേക്ക് പിടിക്കട്ടെ. നമ്മുടെ അടിപൊളി രുചികരമായ ഗീ റൈസ് അഥവാ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു. ഞാനിത് ഓഫീസിൽ കൊണ്ടുപോയി എല്ലാവർക്കും സെർവ് ചെയ്തു.